ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഈ കറുത്ത് പോയ പഴങ്ങളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സോഫ്റ്റ് വട്ടയപ്പം നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. നമ്മൾ ഈ പ്രവാസികളായിട്ടുള്ളവർക്കൊക്കെ കുമ്പിളപ്പം കഴിക്കാനൊക്കെ ചക്ക സീസൺ ആകുമ്പോൾ നല്ല കൊതി ഉണ്ടാവും അല്ലേ. അപ്പോൾ ഏറെക്കുറെ നമുക്ക് ആ ഒരു കുമ്പിളപ്പത്തിൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് പിടിക്കുകയും ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എൻ്റെ സൗണ്ട് കുറച്ച് അടച്ചിരിക്കുക, എനിക്ക് പനിയാണ് കേട്ടോ. അപ്പോൾ പനിയുള്ള ഒരു ദിവസമൊക്കെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഒരു മൂഡ് തോന്നും. അപ്പോൾ അങ്ങനെ ഞാൻ ചെന്ന് നോക്കിയപ്പോഴാട്ടോ ഇതുപോലെ 2 പഴം കറുത്തിരിക്കുന്നത് കണ്ടത്. എന്നാൽ പിന്നെ അത് വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്ക് ഈ കുമ്പിളപ്പവും നാട്ടിലത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഒരു വട്ടയപ്പം പോലെ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റാണ്, ഞാൻ ഇത് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ അരിഞ്ഞ് മിക്സിയുടെ ജാറിൽ നമ്മളങ്ങ് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിന് ആവശ്യത്തിനുള്ള കുറച്ച് പഞ്ചസാരയും ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വെള്ളമൊന്നും ചേർക്കാതെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പാലാട്ടോ ചേർക്കുന്നത്, വെള്ളം ചേർക്കുന്നില്ല, പകരം പാല് ചേർക്കാം. നല്ല ടേസ്റ്റാട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. പിള്ളേർക്കാണെങ്കിലും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഞാനൊരു പൊടിക്ക് മറ്റേ നമ്മുടെ ഈസ്റ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് സോഡാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല, അപ്പോൾ ഈസ്റ്റാണ് ചേർക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മൈദാപ്പൊടിയൊക്കെ ചേർക്കാം, അരിപ്പൊടി ചേർക്കാം. ഞാനിവിടെ ഗോതമ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഗോതമ്പൊടി കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ബാറ്റർ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം ഒരു തിക്കായിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കേണ്ട, പാല് ചേർത്താൽ മതി. ഇനി പാല് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ആ ഒരു കുറച്ചും കൂടെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാനും ആ ഒരു സോഫ്റ്റ്നെസ്സിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ചും കൂടെ ഹെൽത്തി ആവുമല്ലോ, വെറും പച്ചവെള്ളം ചേർക്കുന്നതിലും നല്ലത് പാലാകുമ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടെ നമുക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ചും കൂടെ പാലൊഴിച്ചും കൂടെ നമുക്കൊന്ന് ഇളക്കാം. അപ്പോൾ ഒരു കുറച്ച് തിക്കായിട്ട് തോന്നും. അപ്പം നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു മിക്സിയുടെ ജാറ് തന്നെ എടുത്തിട്ട് കുറച്ചും കൂടെ പാലൊഴിച്ചിട്ട് ഞാൻ ആ ജാറിലേക്ക് തന്നെ ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് കറക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ബാറ്ററാവേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2-3 ഏലക്കയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏലക്ക വേണമെങ്കിൽ മുമ്പേ പൊടിച്ച് എടുക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനത് മറന്നുപോയി, അല്ലെങ്കിൽ ആദ്യം ഇട്ടപ്പോൾ ഇടേണ്ടതായിരുന്നു, കുഴപ്പമില്ല. ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് 2-3 ഏലക്ക. എന്നിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റ് ഭാഗത്തിനുള്ളൊരു തിക്കോ അല്ല ലൂസോ അല്ല, നമുക്കിങ്ങനെ ഒഴിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്റർ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറിയൊരു പാത്രമാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ പാത്രം നോക്കി, അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ആ ബാറ്റർ കൊള്ളത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു ഇങ്ങനെ ഈ പാത്രം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു ഇച്ചിരി എണ്ണ തൂവി കൊടുത്തിട്ട് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അഥവാ ഇളകി വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഈ ബാറ്ററിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഭയങ്കര സിമ്പിളാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് വല്ല കാഷ്നട്ടൊക്കെ ഇട്ടൊന്ന് വറുത്ത് കോരി പൊടിച്ചൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി എന്തെങ്കിലും കാഷ്നട്ടോ അല്ലെങ്കിൽ കിസ്മിസ് അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. കുറച്ച് നെയ്യ് ചേർത്ത് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടെ നമ്മുടേതായ രീതിക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇനി പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ പഴം, അതായത് നമ്മൾ ഈ ഏത്തക്ക ചേർത്തേക്കുന്നതുകൊണ്ട് നമ്മൾ മറ്റ് ഒന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഏത്തക്കയും പാലും മാത്രമാണല്ലോ നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലേവർ നമുക്ക് അങ്ങനെ കിട്ടും കേട്ടോ. ഏത്തക്കയുടെ അതേ ഫ്ലേവർ നമുക്ക് അങ്ങനെ കിട്ടും. അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഏറെക്കുറെ നമുക്ക് ആ ഒരു കുമ്പിളപ്പത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് എനിക്ക് എവിടേക്ക് ഒന്ന് മണത്തുപോയി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ചൂടോടുകൂടി ഞാൻ കട്ട് ചെയ്തു, നല്ല കട്ടൻ കാപ്പി അനത്തിയാണ് ഞാനിത് കഴിച്ചത് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഇതുപോലൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ ആവി വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം ഞാനിത് ഇഡ്ഡലി പാത്രത്തിലല്ല, വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു ചെറിയൊരു ബൗളും കൂടെ ഇറക്കി വെച്ചിട്ടാട്ടോ. എനിക്ക് റിങ്ങില്ല ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു സ്റ്റീലിൻ്റെ
പാത്രം കൂടെ വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്കായി ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പം കറക്റ്റ് എനിക്ക് അടച്ച് വെക്കാനും മൂടി കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ച് നമുക്കൊരു 35 മിനിറ്റോളം ഇതൊന്ന് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നാലും ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് കിട്ടണ്ടേ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനത് പുറത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ, തീരെ ചൂടില്ലായിരിക്കില്ല, ചൂടുണ്ട്. അപ്പോൾ ഇതാ ഓപ്പൺ ചെയ്ത് എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ പെട്ടെന്ന് എന്തായാലും ഇങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ സൈഡൊന്ന് ഒരു കത്തി വെച്ചിട്ടൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു പ്ലേറ്റ് എടുത്ത് ഫ്ലിപ്പ് ചെയ്തപ്പോൾ തന്നെ അത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കാണാനൊരു ലുക്ക് കുറവ് തോന്നിയാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. വൈകിട്ട് വന്നപ്പോൾ അച്ചാച്ചനും കൊടുത്തു, ആളും കഴിച്ചു. നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ, ഉള്ളു നല്ല പഞ്ഞി പോലെ ഉണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു ആർട്ടിഫിഷ്യലായിട്ടൊന്നും തന്നെ തോന്നിയില്ല. കാരണം ആ ഒരു എന്താ പറയുക, കൂടുതലും ഏത്തക്കയുടെ ആ ഒരു പൾപ്പിൻ്റെ ടേസ്റ്റ്, പിന്നെ ആ ഒരു മധുരം, ഭയങ്കര ഓവർ മധുരം ഇല്ലായിരുന്നു കേട്ടോ. ഞാനൊരു 3 സ്പൂൺ പഞ്ചസാരയല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഏത്തക്കയുടെ മധുരവും ഇതും കൂടെ ആയപ്പോൾ കറക്റ്റ് ഒരു പാവത്തിനുള്ളൊരു മധുരത്തിലാണ് കിട്ടിയത് കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു തിക്കായിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല യമ്മി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. കുട്ടി വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.